ഹയോൾ ജെയ്മെൻ 2026 ഫേസ് 1 ജാനുവരി 22 സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 18ാമത്തെ ക്വസ്റ്റൻ. ഓക്കെ, എന്താണ്? ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്റ്റെപ്പ് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് സ്റ്റെപ്പ് എക്സ് പ്ലസ് 3 minus 3 for x belongs to R, where step denotes the greatest number function. Then f of x is greater than 0 only for x belongs to 4 to infinity. F of x is less than only for x belongs to minus 1 to 3. And integral 0 to 2 fx dx is minus x. Fx is equal to 0 for infinitely many values of x. Okay, ഈ ക്വസ്റ്റൻ ആക്ച്വലി ഫംഗ്ഷനിൽ നിന്നും അതേപോലെ ഇൻ്റഗ്രേഷനിൽ നിന്നും എന്നാണ് ഉള്ള ക്വസ്റ്റൻസ് ആണ്. ഓക്കെ അല്ലേ? ഫംഗ്ഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈമിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ആണ് കുറച്ചും കൂടി പറയാൻ അല്ലേ, കാരണം ലേറ്റസ്റ്റ് ടോപ്പിക്കിലേക്ക് മാറ്റുന്ന സമയത്ത്. ഓക്കെ, കാരണം ഇപ്പം പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടി ഇതിൽ ഫംഗ്ഷനിലെ ക്വസ്റ്റൻ ആണെന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പിൽ സ്റ്റക്ക് ആവും. പക്ഷേ ഇൻ്റഗ്രേഷനിലെ ക്വസ്റ്റൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഇത് നമുക്ക് എന്താക്കും കിട്ടും. റെഡി അല്ലേ? ഇതും കിട്ടും അല്ലേ? എന്തായാലും ഇൻ്റഗ്രേഷൻ പഠിക്കുന്നതിന് മുമ്പേ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇതിനെ നമുക്ക് എന്താക്കാം, എഫ് ഓഫ് എക്സ് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് എഫ് ഓഫ് എക്സ് ഇക്വൽ സ്റ്റെപ്പ് എക്സ് സ്ക്വയർ മൈനസ് സ്റ്റെപ്പ്. ആദ്യം ഈ എഫ് ഓഫ് എക്സ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് എക്സ് സ്ക്വയർ, ഓക്കെ, മൈനസ് ക്ഷമിക്കണം, എഫ് ഓഫ് എക്സ് അല്ല ഈസ് ഇക്വൽ ടു സ്റ്റെപ്പ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് അല്ലെ സ്റ്റെപ്പ് ഓഫ് എക്സ് പ്ലസ് 3 അല്ലെ മൈനസ് 3 ആണ്. നമുക്കറിയാം സ്റ്റെപ്പ് ഓഫ് എക്സ് പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റെപ്പ് എക്സ് പ്ലസ് എന്താണ് മക്കളെ 3 ആണ്. റെഡിയല്ലേ? അപ്പം നമുക്കിവിടെ സ്റ്റെപ്പ് ഓഫ് എക്സ് ദ സ്ക്വയർ മൈനസ് സ്റ്റെപ്പ് എക്സ് അല്ലേ, പിന്നെ എന്താണ് മൈനസ് 3 എന്ന് വരും. ഓക്കെ അല്ലേ? മൈനസ് 3 അല്ലേ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റുക, അതായത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് സ്റ്റെപ്പ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സ്റ്റെപ്പ് എക്സ് അല്ലെ മൈനസ് 6 വരും അല്ലെ. അതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ അല്ലേ? സോ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം ഞാൻ സിംപ്ലിഫൈ ചെയ്ത് സ്റ്റെപ്പ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സ്റ്റെപ്പ് എക്സ് അല്ലെ മൈനസ് 6 എന്നാക്കി എഴുതി. ഇനി അടുത്ത പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റ്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഫർദർ നമുക്ക് എന്താക്കാമെന്ന് ഫാക്ടറൈസേഷൻ ചെയ്യാം അല്ലേ, കാരണം മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1 കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഓഫ് എക്സ് മൈനസ് 3 അല്ലേ ഇൻറ്റു എന്താണ് സ്റ്റെപ്പ് ഓഫ് എക്സ് പ്ലസ് 2 എന്ന് പറയാം. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ഓഫ് എക്സ് ഓക്കെ അല്ലേ പ്ലസ് 2 എന്ന് പറയാം. ഫസ്റ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഓൺലി ഫോർ 4 to infinity എന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അതായത് യെസ് വാട്ട് ഈസ് ദാറ്റ്, യെസ് സ്റ്റെപ്പ് ഓഫ് എക്സ് പ്ലസ് 2 ഇൻറ്റു എന്താണ് യെസ് സ്റ്റെപ്പ് ഓഫ് എക്സ് മൈനസ് 3 അല്ലേ. ഇതെന്താണ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറയുന്നത്. റെഡിയല്ലേ? ഓൺലി ഫോർ എക്സ് ബിലോങ്സ് ടു 4 to infinity എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം മീൻ ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്താണ്, യെസ് ഒന്നിക്കിൽ സ്റ്റെപ്പ് എക്സ് ലെസ് ദാൻ മൈനസ് 2 ആവണം, അല്ലെങ്കിൽ സ്റ്റെപ്പ് എക്സ് എന്താണ് ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കണം അല്ലേ. നമ്മളത് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഇനിക്വാലിറ്റി നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. റെഡിയല്ലേ? ഒന്നുകിൽ സ്റ്റെപ്പ് എക്സ് ലെസ് ദാൻ മൈനസ് 3 ആയിരിക്കണം അല്ലേ, അല്ലെങ്കിൽ ആൻഡ് സ്റ്റെപ്പ് എക്സ് ഇവിടെ എന്താണ് ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെയാണ് എക്സിലേക്ക് മാറ്റുക? അതായത് സ്റ്റെപ്പ് എക്സ് ലെസ് ദാൻ മൈനസ് 3 എന്ന് പറയുമ്പോൾ ഞാൻ ഇവനെ മാത്രം എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലായി അല്ലേ, കാരണം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൺലി ഫോർ 4 to infinity. എന്തായാലും ഓൺലി ഫോർ 4 to infinity അല്ല. ഓക്കെ, ഓപ്ഷൻ അവിടെ തെറ്റാന്ന് മനസ്സിലായി, പക്ഷെ അതിങ്ങനെ സോൾവ് ചെയ്യും ഞാൻ ജസ്റ്റ് എന്തെങ്കിലും തരം കാണിച്ചു തരാം. ഓക്കെ അല്ലേ? കാരണം ഓൺലി ഫോർ 4 to infinity ഒരിക്കലും ആയിരിക്കില്ല. റെഡിയല്ലേ? പക്ഷേ ഇനിക്വാലിറ്റി എങ്ങനെ സോൾവ് ചെയ്യുന്നു പറഞ്ഞുതരാം. നിങ്ങൾ ചിലപ്പോൾ ഫോർമുലയൊക്കെ ബേഹട്ട് പഠിച്ചിടണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ സ്റ്റെപ്പ് എക്സ് ഗ്രേറ്റർ ദാൻ 3 അതെങ്ങനെ സോൾവ് ചെയ്യാം. ഇവിടെ സ്റ്റെപ്പ് എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ വേണ്ടി പറ്റും നമുക്കറിയാം. സ്റ്റെപ്പ് എക്സിന് ഇൻഡിജർ വാല്യൂസ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് എക്സിന് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന വാല്യൂ 4, 5, 6 എക്സെട്രയാണ്. റെഡിയല്ലേ? ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ അപ്പോൾ സ്റ്റെപ്പ് എക്സ് 4, 5, 6 ഒക്കെ എടുക്കണമെങ്കിൽ അല്ലേ എന്താണ് എക്സ് ബിലോങ്സ് ടു അല്ലെ നിങ്ങൾ നോക്കണേ. സ്റ്റെപ്പ് എക്സിൻ്റെ വാല്യൂ 4 ആവണമെങ്കിൽ എക്സ് ബിലോങ്സ് ടു എന്തായിരിക്കണം മക്കളെ? യെസ് ഓക്കെ അല്ലേ 4 to എന്തായിരിക്കണം 5 ആയിരിക്കണം. യൂണിയൻ സ്റ്റെപ്പ് എക്സിൻ്റെ വാല്യൂ എന്താണ്? യെസ് 5 ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു എന്താണ് 5 to 6 ആവണം അല്ലെ. യൂണിയൻ എക്സെട്രാ ടു ഇൻഫിനിറ്റി വരും അല്ലേ. ഇവിടെ എക്സ് ബിലോങ്സ് ടു എന്താണ് ഓക്കെ 4 to infinity എന്ന് വരും. എടാ മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്ന ഇനിക്വാലിറ്റി നമ്മൾ സോൾവ് ചെയ്യുന്നത് സ്റ്റെപ്പ് എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ സ്റ്റെപ്പ് എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ വേണ്ടി പറ്റും? 4 എടുക്കാം, 5 എടുക്കാം, 6 എടുക്കാം എക്സെട്ര. അപ്പോൾ സ്റ്റെപ്പ് എക്സിന് 6 എടുക്കാം, എത്ര എടുക്കാൻ വേണ്ടി പോയെങ്കിൽ എക്സ് ബിലോങ്സ് ടു എന്താണോ ഒന്ന് 4,5 അല്ലേ അല്ലേ. അതായത് സ്റ്റെപ്പ് എക്സിന് 4 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കണമെങ്കിൽ എക്സ് ബിലോങ്സ് ടു എന്താണ് 4,5 അല്ലെ. 5 എന്നുള്ള വാല്യൂ എടുക്കണമെങ്കിൽ എക്സ് ബിലോങ്സ് ടു 5,6 അല്ലെ. അതെങ്ങനെ യൂണിയൻ ഇട്ട് നമ്മൾ എന്താക്കണം പോകണം.
ഓക്കെ അല്ലേ. ഇനി മക്കളെ സ്റ്റെപ്പ് എക്സ് ലെസ് ദാൻ -2 അല്ലെ, സ്റ്റെപ്പ് എക്സ് ലെസ് ദാൻ -2 അല്ലെ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ വേണ്ടി പറ്റും? -3 എടുക്കാം, -4 എടുക്കാം, -5 എടുക്കാം, എക്സെട്ര എടുക്കാം അല്ലെ. ഇനി മക്കളെ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ് ബിലോങ്സ് ടു അല്ലെ, സ്റ്റെപ്പ് എക്സിന് -3 എടുക്കണമെങ്കിൽ അല്ലെ, സ്റ്റെപ്പ് എക്സിന് -3 എടുക്കണമെങ്കിൽ എക്സ് ബിലോങ്സ് ടു എന്തായിരിക്കണം മക്കളെ? യെസ് -3 to അല്ലെ, -3 to -2 അല്ലെ. ഇവിടെ എന്ത്, ഇവിടെ -3 സോറി -3 to -2 അല്ലേ, യെസ് -3 to -2 യെസ്. ഇവിടെ ഓപ്പൺ ഇൻ്റർവൽ യൂണിയൻ -4 എടുക്കണമെങ്കിൽ എന്താണ്? -4 to -3 അല്ലേ. യൂണിയൻ -5 എടുക്കണമെങ്കിൽ എന്താണ്? യെസ് ഓക്കെ, പിന്നെ -5 to -4 അല്ലേ. യൂണിയൻ എക്സെട്ര അത് -ഇൻഫിനിറ്റിയിലേക്കാണ് ഇങ്ങനെ പോകുന്നത് ഓടിയല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബിലോങ്സ് ടു എന്താണ്? -∞ to എന്താണ്? -2 വരെ എടുക്കാം. മനസ്സിലായില്ലേ? റെഡിയല്ലേ? നിങ്ങൾ നോക്കിയാട്ടെ, ഇത് ജസ്റ്റ് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. നിങ്ങൾ നോക്കണേ, -∞ to എന്താക്കാം? -2 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? എടുക്കാൻ വേണ്ടി സാധിക്കും. റെഡിയല്ലേ? അത് ജസ്റ്റ് അനലൈസ് ചെയ്താൽ മതി. റെഡിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇനിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത് 4 to ∞ മാത്രമല്ല എന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്തും കൂടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ ഓപ്ഷൻ തെറ്റാണെന്ന് വേണ്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ് മക്കളെ ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓൺലി ഫോർ എന്താണ്? സ്റ്റെപ്പ് -1, 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അക്കാര്യം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ലിസൺ, എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ, ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ സ്റ്റെപ്പ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0 ഓൺലി ഫോർ എന്താണ്? എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് -1, 3 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ സ്റ്റെപ്പ് എക്സ് ഇതാണ് അല്ലേ, സ്റ്റെപ്പ് എക്സ് പ്ലസ് 2, സ്റ്റെപ്പ് എക്സ് പ്ലസ് 2 ഇൻറ്റു എന്താണ്? യെസ് വാട്ട് ഇസ് ദാറ്റ്? സ്റ്റെപ്പ് എക്സ് -3 ആണ്. ഓക്കെ അല്ലേ? അത് ലെസ് ദാൻ 0 റെഡിയല്ലേ? അത് ലെസ് ദാൻ 0 റെഡി. അപ്പോൾ ശ്രദ്ധിക്കാം, അപ്പോൾ നിങ്ങൾ നോക്കണേ, ഇത് ലെസ് ദാൻ 0 ആണെങ്കിൽ അല്ലെ എന്താണ്? യെസ് എക്സ് ബിലോങ്സ് ടു വാട്ട് ഇസ് ദാറ്റ്? യെസ് -2 to 3 എന്ന്, സോറി സ്റ്റെപ്പ് എക്സ് ബിലോങ്സ് ടു -2 to 3 എന്ന് വരും ഓപ്പൺ ഇൻ്റർവൽ. ശരിയല്ലേ? സ്റ്റെപ്പ് എക്സിൻ്റെ വാല്യൂ -2നെയും 3നെയും ഇടയ്ക്ക് വരും. അഥവാ സ്റ്റെപ്പ് എക്സിന് എന്തൊക്കെ വാല്യൂസ് എടുക്കാൻ വേണ്ടി പറ്റും? -1 എടുക്കാൻ വേണ്ടി പറ്റും, 0 എടുക്കാൻ വേണ്ടി പറ്റും, 1 എടുക്കാൻ വേണ്ടി പറ്റും, 2 എടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്കി കഴിഞ്ഞാൽ അല്ലേ, സ്റ്റെപ്പ് എക്സിന് -1 എടുക്കണമെങ്കിൽ അല്ലേ എന്താണ് നമുക്കറിയാം? -1 മുതൽ 0 വരെ അല്ലേ. 0 എടുക്കണമെങ്കിൽ എന്താണ്? യെസ് 0 മുതൽ 1 വരെ. ഇനി 1 എടുക്കണമെങ്കിൽ 1 മുതൽ 2 വരെ അല്ലേ. 2 എടുക്കണമെങ്കിൽ എന്താണ് മക്കളെ? യെസ് 2 മുതൽ 3 വരെ. റെഡിയല്ലേ? ഇതൊക്കെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എന്താണ്? -1 to എന്താണ്? ക്ലോസ്ഡ് -1 to 3 എന്ന് കിട്ടും. റെഡിയല്ലേ? സോ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0 ഫോർ എന്താണ്? യെസ് ഓക്കെ, എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1, 3 എന്ന് കിട്ടും മക്കളെ. അത് ശരിയാണോ? യെസ്, ആ ആൻസർ എന്താണ് അവിടെ? ശരിയാണ്. റെഡിയല്ലേ? അതേ ഉള്ളൂ. ഓപ്ഷൻ 2 അവിടെ എന്താണ് മക്കളെ? യെസ്, അത് ഡെഫിനറ്റ്ലി എന്താണ്? സെയിം ആണ്. റെഡിയല്ലേ? യെസ് ഓക്കെ. അപ്പം പരിപാടി കഴിഞ്ഞല്ലോ, ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ. ഇൻ്റഗ്രൽ 0 to fx dx is equal to -6 അല്ലേ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ? അത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ആൻസർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഫർദർ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചു കൊള്ളുന്നു. ഞാൻ എന്ത് ചെയ്യാം? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മൂവ് ചെയ്യും.